എണീറ്റാ? എപ്പാന്ന്? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. വേറെ ഉറവുണ്ടാ? കുഴപ്പമില്ല, കുറെ നേരമായി ഞാൻ ഉറങ്ങിട്ട്. ഇല്ല, കുറച്ചു നേരം ഉറങ്ങിയുള്ളൂ. കഞ്ഞി കുടിക്കാം നമുക്ക്. കഞ്ഞി എവിടെന്ന്? കഞ്ഞി ഞാൻ ഉണ്ടാക്കിയതാ. ചമ്മന്തി, ചുമ്മാ ചമ്മന്തി, തോരൻ, പിക്കിള്. ഇതൊക്കെ ഇഷ്ടമല്ലേ? നീ ഇഷ്ടമുള്ള ചമ്മന്തി തന്നെ കഴിച്ചു. പാവം. ഇത്ര ചൂടൊന്നുമില്ല. വേണ്ട. അതില്ലാതെ തരാം. വേദനയുണ്ട്? കുഴപ്പമില്ല, ഇതൊക്കെ ചെറിയ വീഴ്ചയല്ലേ. ഞാൻ കട്ടട സ്പൈപ്പായിട്ട് പെട്ടെന്ന് വീണ് രക്തമെല്ലാം കൂടെ കണ്ടപ്പോ. ഇതിനേക്കാളും വലിയ വീഴ്ച നമ്മൾ വീണിട്ടുണ്ടല്ലോ. അത് ശരിയാണ്. നിനക്ക് ഓർമ്മയുണ്ട? നീ മറ്റേ തയ്യലേത് മറ്റേ നമ്മള് റബ്ബറിന്റെ കാ പറക്കിക്കൊണ്ട് വിൽക്കുന്ന ഓർമ്മ ഉണ്ടായിരുന്ന കട കൊണ്ട് കൊടുക്കുക? ഓർമ്മ ഉണ്ടാന്നാ? എന്റെ മണ്ടയ്ക്കൊന്ന് താഴെ ചാടിക്കോ പിടിച്ചോളാന്ന് പറഞ്ഞില്ലേ എന്റെ അടുത്ത്? 3 മാസം എന്റെ കാല് ഒടിഞ്ഞു കിടന്ന ഞാൻ. എടേ, അത് 3 മാസം എന്ന് പറഞ്ഞാല് ഞാൻ ഒരു ചാടാൻ പറഞ്ഞ അങ്ങനെയാണോ ചാടണത്? എനിക്കുണ്ട്. ഞാൻ കുടിച്ചു. ചാടാൻ പറഞ്ഞ ഒരെണ്ണം എടുത്ത് ഒറ്റ ചാട്ടമല്ല ചാടാണ്ട്. ഒരു ഇതൊക്കെ വേണം. 1 2 3 എന്ന് പറഞ്ഞിട്ട് വേണ്ടേ ചാടാൻ. സാറ്റ് കളിയാ 1 2 3 പറഞ്ഞിട്ട് ചാടാൻ. അങ്ങനെ സാറ്റ് കളിക്കാത്തതുകൊണ്ടാണ് മറിഞ്ഞ് നമ്മൾ രണ്ടും കൂടെ തറ കിടന്നത്. ചുമ്മാ കൊറേ കഷ്ടപ്പെട്ടല്ലോ ഈ 3 കറി വെക്കാനാ. എനിക്ക് കറിയൊക്കെ വെക്കാൻ അറിയാം. പിന്നെ അന്നെന്റെ സൂപ്പർ ഹീറോ അല്ലേ, ചാടാൻ പറഞ്ഞ ഞാൻ ചാടും. എപ്പോഴും അങ്ങനെ ആയിരിക്കണം. പിങ്കിരടുത്ത് എന്തോന്ന് പറഞ്ഞേ? പിങ്കിരത്തി എന്തോന്ന് പറഞ്ഞു? ഭയങ്കര തള്ളു. എന്തോ തള്ളി? ഒട്ടകത്തിന്റെ ഭാഷ അറിയാന്ന് പറഞ്ഞ കള്ള ചിന്നു. ഒട്ടകത്തിന്റെ ഭാഷ അറിയാന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ അടുത്ത് പോയി ബാബാ സംസാരിക്കുന്നല്ല. നമ്മൾ ഒട്ടകത്തിന്റെ ബാബാ അത് ഞാൻ സഹിക്കും. ദുബായിലെ രാജകുമാരൻ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞ. ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ദുബായിലെ രാജകുമാരന്റെ എന്ത് ഭാഷയിൽ സംസാരിക്കും? ദുബായ് രാജകുമാരൻ എന്തോ സംസാരിച്ചു. എന്ത് സംസാരിക്കും പറ? ഞാൻ തോന്നുന്നു സംസാരിച്ചൊന്നും പറഞ്ഞില്ല. അറിയാന്നേ പറഞ്ഞുള്ളൂ. 2 വാക്ക് പറ. എന്തോന്നു? അറബി വാക്ക് പറ. എല്ലാ ഹബീബി. ഇല്ല ബീബി. എനിക്കൊന്നും അറിഞ്ഞൂടാത്തോണ്ട് കുഴപ്പമില്ല. ഇല്ല ബീബി. ഹബീബി എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? ഇല്ല. അറിഞ്ഞൂടാ? എന്തോന്ന് ഹബീബി എന്ന് പറഞ്ഞാൽ എന്തോന്ന്? ഐ ലവ് യു. അതെ, നിനക്കൊരു തോന്നലുണ്ട് ഞാൻ എന്തോ പറഞ്ഞാൽ ഐ ലവ് യു എന്നായിരിക്കും. പിന്നെ തിരിച്ചു പോകണല്ലേ എവിടെ? ദുബായിലോട്ട്. ദുബായിലെ കാര്യമല്ലേ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നു. ഇനി പിന്നെ അല്ല, ലീവ് തീർന്നതിന് മുമ്പ് തിരിച്ചു പോകും. കൊറേ ദിവസമായില്ലേ? അതന്നെ. അപ്പൊ നിന്നെ കാണണ്ടേ? കാണണം. വീഡിയോ കോൾ ചെയ്യാം. പോ. ഭയങ്കര ഹൈടെക് വീഡിയോ കോൾ ചെയ്യാം. എത്രയോ ദിവസമായി വന്നിട്ട്. എനിക്ക് നിന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകാൻ പയ്യ. ലാസ്റ്റ് നീ ഇപ്പൊ ഒരു മൂച്ചിൽ പറയാൻ പോകുന്നു. അവിടെ ചെല്ലുമ്പോ നീ കട്ട മൂടോട്ടായിരിക്കും. എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പോയിട്ട് വാ. അപ്പൊ കല്യാണം വന്നിട്ട് നടത്താം. നമുക്ക് കല്യാണത്തിന് മുമ്പ് കുറച്ച് യാത്രയും അങ്ങനെയൊക്കെ ചെയ്ത് അടിച്ചു പൊളിച്ച് അവിടെ പോയിട്ട് വന്നിട്ട്. ഇപ്പഴല്ല. ഞാൻ ദുബായിൽ നിന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യും. വീഡിയോ കോൾ അങ്ങനെയല്ല. നീ ഇവിടെ വീഡിയോ കോൾ ചെയ്തോണ്ട് കൂടിയാണ്. അങ്ങനെ രണ്ടുപേരും 2 സ്ഥലത്ത് നല്ല കടഞ്ഞില്ല. രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞിട്ട് കല്യാണത്തിന് മുമ്പേ നമ്മള് കുറച്ച് യാത്രയൊക്കെ പോയാല് ഒരു രസം ഉണ്ടാവുള്ളൂ. അത് തന്നെ. യാത്ര പോകാനാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇവിടെ ഞാൻ അങ്ങ് പോയ യാത്ര പോകാൻ പറ്റും. കുറെ പ്രാരാബ്ദങ്ങളൊക്കെ ആയൊന്നും നടക്കൂല. ട്രാവൽ ചെയ്തിട്ട് പിന്നെ കല്യാണം കഴിക്കാം. ട്രാവൽ ചെയ്തിട്ട് പിന്നെ കല്യാണം കഴിക്കാം. അത് മതി. അത് മതി. അത് ഞാൻ സമ്മതിച്ചല്ലോ. അല്ല, ഞാൻ പോണേ എന്തിന്? ഞാൻ പോയാ നമ്മളങ്ങനെ ട്രാവൽ ചെയ്യും. പോയിട്ട് വന്ന് ഇപ്പൊ ഞാൻ ഗൾഫിൽ പോവാൻ കുളിച്ചൊരുങ്ങി. ഇപ്പഴല്ല, എത്രയും വേഗം പോയിട്ടോ. എന്നിട്ട് ഇതുപോലെ തോരൊന്ന് ഒപ്പിക്കാൻ വരൂല. ഞാൻ തിരിച്ചു വരുമ്പോ അതാണ് പറഞ്ഞത്. ഞാൻ പോണില്ല. പോയിട്ടോ. എനിക്ക് വയ്യ. എനിക്കിന്നെ വയ്യ പോവാ. എനിക്ക് ആരോഗ്യത്തിന്റെ പേടിയാവണം. അവിടെ പോയി ഒറ്റയ്ക്കിരിക്കണ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവൂല. എത്ര ദിവസമായി വന്നിട്ട്? ജോലിയെല്ലാം പോവും. നീ ആദ്യമേ കൈ കഴിയിട്ട് വെച്ചിട്ട് പോണേ. പോവില്ലേ? പറഞ്ഞ കേക്കോ? പറഞ്ഞാ കേക്കാം. ശരി.
പോവാന്ന് പറഞ്ഞാൽ അവിടെ ആരെങ്കിലും ജോലി എടുത്ത് വെച്ചോണ്ടിരിക്കണം. ജോലിയും കളഞ്ഞിട്ടാണ് വന്നെന്ന് ഇവർക്ക് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കും? ചേട്ടാ ജോലി പോയ കാര്യം പറഞ്ഞ വിലയും പോവും പെട്ടും പോവും. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.